ഇതിൽ എണ്ണ ഒഴിക്കല്ലേ നീ ചെയ്തത്? അത് ശരി, ഇപ്പൊ കുറ്റം എന്റെ ആയോ? എന്റെ മകളെ പോലെ എനിക്ക് അക്ഷര. അവള് ചതിക്കപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ആദ്യം അവളെ ചതിച്ചത് നിന്റെ മോനല്ലേടി? അന്ന് എവിടെ പോയിരുന്നു നിന്റെ ആദർശമൊക്കെ? അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റി. അതിലേ ഞാനും എന്റെ മോനും മാത്രമല്ലല്ലോ തെറ്റുകാര്. പിന്നെ ആരൊക്കെയാ തെറ്റുകാര്? പഴയതൊന്നും എന്നെ ഓർമ്മിപ്പിക്കണ്ട. ഒരിക്കൽ എല്ലാം നശിപ്പിച്ചവനാ നിന്റെ മോൻ. അതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ ഏട്ടാ. എന്തിനാ ഇപ്പൊ അതൊക്കെ ഇവിടെ പറയുന്നേ? നിന്റെ ഓരോ പ്രവൃത്തികൾ കാണുമ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്നതാ. എന്റെ മകളെയും നിരഞ്ജനെയും തമ്മിൽ തെറ്റിക്കാൻ എന്തെങ്കിലും മോഹം മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാച്ചു കളഞ്ഞേക്ക്. എന്റെ മോൾക്ക് ഇനി ഒരു ദുരന്തം കൂടി താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് ഞാൻ സമ്മതിക്കുകയില്ല. ഏട്ടൻ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ ഞാനാ പ്രശ്നം ഉണ്ടാക്കിയെന്ന്. മരുമകൻ ഗിഫ്റ്റ് വാങ്ങി വേറെ വല്ലയിടത്തും പോയി ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചോ, അതെന്തിനാ നീ അവളോട് പറയാൻ പോയത്? നിരഞ്ജൻ ആ ഗിഫ്റ്റ് വാങ്ങിയ വിവരം അക്ഷര അറിഞ്ഞത് നീ കാരണമല്ലേ? അതറിഞ്ഞില്ലായിരുന്നെങ്കിൽ അവൾക്ക് ഇത്ര സങ്കടം ഉണ്ടാവുമായിരുന്നു? എനിക്കറിയാമോ ഗിഫ്റ്റും വാങ്ങിക്കൊണ്ട് നിരഞ്ജൻ ഇവിടെ കല്ല വരുന്നതെന്ന്? കാഞ്ചനെ, ഇനി മേലിൽ ഇവിടെ കണ്ടത് അവിടെയും അവിടെ കണ്ടത് ഇവിടെയും പറയാൻ നിൽക്കണ്ട. മനസ്സിലായല്ലോ നിനക്ക്? ആളുകളെ അതും ഇതും പറഞ്ഞ് പരസ്പരം തമ്മിൽ തല്ലിക്കുന്നത് ചിലർക്കൊക്കെ ഒരു ഹരമാ. അത് നീയായിട്ട് ചെയ്യരുത്. എന്റെ കൺമുമ്പിൽ കാണുന്നത് ഞാൻ പറയും. കള്ളത്തരം കാണിക്കാം. പറയാൻ പാടില്ല എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാ? ഞാനത് പറയും. പാവ അവളോട് ഇങ്ങനെ ചെയ്യാമോ? ആരെന്ത് ചെയ്തെന്നാ? നീ ഈ വീട് നശിപ്പിക്കും. അങ്ങനെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാ കഴുത്തിന് പിടിച്ച് പുറത്താക്കും ഞാൻ. മനസ്സിലായല്ലോ നിനക്ക്? മനോഹര, എവിടെയായിരുന്നു ഇന്നത്തെ അന്വേഷണം? പല സ്ഥലത്തും അന്വേഷിച്ചമ്മേ. മനോഹര, എനിക്കൊരു പേടി പോലെ. പാർവതി തിരിച്ചു വരുന്നതും പ്രേമെ പോലെ ആണെങ്കിലോ? അതിനെന്താ, ഞാൻ നോക്കിക്കോളാം. തിരിച്ചു വരുന്നതല്ലേ അമ്മേ പ്രധാനം. ഏതവസ്ഥ വരുന്നെന്നുള്ളതല്ലല്ലോ. എന്നൊക്കെ ഇപ്പൊ പറയും. കാര്യത്തോടടുക്കുമ്പോ കളി മാറും. അപ്പൊ പാർവതി തിരിച്ചു വരേണ്ടെന്നാണ് അമ്മ പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്നല്ല, പിന്നെ വരണമെങ്കിൽ മര്യാദയ്ക്ക് വരണം. പോയ അവസ്ഥ തന്നെ തിരിച്ചു വരണം. അല്ലെങ്കിൽ വരാതിരിക്കുന്നത് നല്ലത്. ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ സംസാരിക്കാൻ അമ്മ എവിടുന്നാ പഠിച്ചേ? എന്റെ പഴയ അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. കൊറേ ജീവിതം കണ്ടതാ മനോഹര ഞാനും. പിന്നെ ഈ വീടിനകത്ത് വളഞ്ഞു കൂത്തിയിരുന്ന് എന്ത് ജീവിതം കണ്ടെന്നാ? അമ്മേ, എന്റെ ഭാര്യ പാർവതി, അവൾ ഏതവസ്ഥ വന്നാലും പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ അതെന്റെ കടമയുവാ. കടമയെ കുറിച്ചൊന്നും നീ എന്നോട് പ്രസംഗിക്കണ്ട. ഏത് നേരം നോക്കിയാലും വഴക്കായിരുന്നില്ലേടാ രണ്ടും തമ്മി? ഭാര്യയും ഭർത്താവുമ്പോ അങ്ങനെ ചില വഴക്കൊക്കെ ഉണ്ടായിരുന്നിരിക്കും. എന്ന് വെച്ച് ഒരാൾക്കൊരു തട്ടുകേട് വരുമ്പോ കൈവിട്ട് കളയുവാണോ വേണ്ടേ? ഞങ്ങൾക്കിടയിലുള്ള വഴക്കിന്റെ മുഖ്യ കാരണം ആരാണെന്നറിയാലോ അമ്മയ്ക്ക്? ശരത്ത്. അവനിപ്പോഴേ ഈ വീട്ടിൽ താമസിക്കുന്നു എന്നുള്ളതാ ഏറ്റവും വലിയ നാണക്കേട്. സ്വന്തം മനസാക്ഷിക്ക് മുമ്പ് ഞാൻ തോറ്റു പോകുന്നതും അവന്റെ കാര്യത്തിലാമ്മേ. ആ ചെറുക്കന്റെ നെഞ്ചത്തേക്ക് കയറാൻ നിൽക്കണ്ട. പാർവതി എങ്ങനെ വേണമെങ്കിലും വന്നോട്ടെ, നീ അങ്ങ് സഹിച്ചു. എന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായവും ഉണ്ടാവത്തില്ല. അങ്ങനെ ഒരു പ്രതീക്ഷ നിനക്ക് വേണ്ട. ഇതെന്റെ അമ്മയല്ല, വേറെ ആരോ. എന്റെ പഴയ അമ്മ മരിച്ചുപോയി.